ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലോട്ട് പോവാണ്. നെയിം എന്ന് പറയുന്നത് എ ഷിപ്പ് റെക്ഡ് സെയിലർ എന്നാണ്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. ഓക്കെ, അദ്ദേഹം 1928 ജനിച്ചു ആൻഡ് ഡൈഡ് ഇൻ 2014. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. അദ്ദേഹം ഒരു കൊളംബിയൻ നോവലിസ്റ്റ് ആണ്, അതുപോലെ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, സ്ക്രീൻ റൈറ്റർ ആണ്, അതുപോലെ ജേർണലിസ്റ്റ് ആണ്. He was called affectionately called Gabo. അദ്ദേഹത്തെ എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എന്താണ്? ഗാബോ എന്നാണ് കേട്ടോ. He was awarded the Neustadt International Prize for Literature in 1972 and the Nobel Prize for Literature in 1982. 1972 അദ്ദേഹത്തിന് ന്യൂസ്റ്റഡ് ഇന്റർനാഷണൽ പ്രൈസ് ലിറ്ററേച്ചറിൽ ലഭിച്ചു. അതുപോലെ 1982 നൊബേൽ പ്രൈസും ലഭിച്ചു ലിറ്ററേച്ചറിൽ. Okay. Marquez' first major work is The Story of a Shipwrecked Sailor, which he wrote as a newspaper series in 1955. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്വ്രെക്ഡ് സെയിലർ എന്ന് പറയുന്നത്. അത് അദ്ദേഹം 1955 ഒരു ന്യൂസ് പേപ്പർ സീരീസ് ആയിട്ടായിരുന്നു, ഒരു പരമ്പരയായിട്ടായിരുന്നു അദ്ദേഹം ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ടായിരുന്നത്. His best-known novels include 100 Years of Solitude, The Autumn of the Patriarch and Love in the Time of Cholera. അപ്പം ഈ 3 വർക്ക്സ് ആണ് അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. The Story of a Shipwrecked Sailor tells the saga of Luis Alexandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സെയിലറാണ്. അദ്ദേഹത്തിൻ്റെ നെയിം എന്ന് പറയുന്നത് ലൂയിസ് അലക്സാൻഡ്രോ വാലസ്കോ എന്നാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീരകഥയാണ്. എന്നുവെച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട സമയത്ത് അതിൽ നിന്ന് തിരിച്ചു വന്നത്. അദ്ദേഹത്തിൻ്റെ സാഹസികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു 20 വയസ്സുള്ളൊരു നാവികനാണ് അദ്ദേഹം ആ ഒരു ടൈമിൽ. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു കൊടുങ്കാറ്റ് വന്ന സമയത്ത് അദ്ദേഹം കപ്പലിൽ നിന്ന് വെള്ളത്തിലോട്ട് പോവുകയായിരുന്നു. കപ്പലൊക്കെ മുങ്ങി. അപ്പം അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട കഥയൊക്കെയാണ് പറയുന്നത്. Okay, clinging to a life raft without food and water, he survived 10 days on the open sea. അപ്പം ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഇല്ലാതെ വെറും ഒരു പൊങ്ങുതടിയിൽ തൂങ്ങിപ്പിടിച്ചിട്ട് അദ്ദേഹം കടലിൽ സർവൈവ് നിന്നത് എത്ര ദിവസമായിരുന്നു? 10 ദിവസത്തോളമായിരുന്നു. Okay, what happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to them. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് അദ്ദേഹവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കൂടെ അത് നോക്കാം. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day, except for the choppy waves produced by the wind and the cargo scattered across the surface. There was no evidence of a shipwreck. My first impression was that I was utterly alone in the middle of the ocean. എൻ്റെ ആദ്യത്തെ ധാരണ എന്തായിരുന്നു? ആ കടലിൻ്റെ ഒത്ത നടുവിലായിട്ട്, ആ മധ്യത്തിലായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ധാരണ. The ship plunged into an abyss and disappeared. കപ്പൽ എന്തായി ഉണ്ടായിരുന്നു? മുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു കുഴിയിലേക്ക് മുങ്ങുകയും പിന്നെ ഒട്ടും കാണാതെ ആവുകയും ചെയ്തു. I had no idea what was happening. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. I took hold of one of the bobbing crates and stupidly began to contemplate the sea. ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒരു ചെറിയൊരു വുഡൻ ബോക്സ് ഉണ്ടായിരുന്നു, മരത്തിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പിടിച്ചു. എന്നിട്ട് കടലിലേക്ക് ഒരു മൂഢമായിട്ട് ഞാൻ നോക്കി. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഒരു വളരെ സ്റ്റുപ്പിഡായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കടലിനെ നോക്കാനായിട്ട് തുടങ്ങി. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. എല്ലാം കൊണ്ടും അതൊരു നല്ല ക്ലിയർ ഡേ ആയിരുന്നു. മറ്റുള്ള എന്താ പറയുക, അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
Except for the choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. അപ്പം ക്ലിയർ ഡേ ആയിരുന്നു, പക്ഷേ അവിടെ എന്താണ് ചില സമയങ്ങളിൽ വളരെ പ്രക്ഷുബ്ധമായിട്ട് ഈ തിരമാലകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ തിരമാലകൾ എന്താണ്, ഈ കാറ്റ് വന്നിട്ട് ഉണ്ടാകുന്ന തിരമാലകളാണ്. ശക്തമായിട്ട് കാറ്റടിക്കുമ്പം ഈ എന്താ പറയുക, വളരെ പ്രക്ഷുബ്ധമായിട്ടാണ് അവിടെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദ സർഫേസ്, ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്‌റെക്ക്. അപ്പോൾ ഈ കപ്പലിനകത്തുള്ള ചരക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്, ഈ കപ്പൽ മുങ്ങിയ സമയത്ത് കപ്പലിലുള്ള ചരക്കുകളൊക്കെ ഇങ്ങനെ ഈ കടലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്കേർട്ടഡ് ആയിട്ട് എന്നുവെച്ചാൽ ഇങ്ങനെ ചിന്നി ചിതറി നിൽക്കുകയാണ്. ഓക്കെ, പക്ഷേ അത് കാണുന്ന സമയത്ത് നമുക്ക് ഒരു എവിഡൻസോ കാര്യം നമുക്ക് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഒരു തെളിവില്ല, കപ്പൽ മുങ്ങി എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ മാത്രമുള്ള ഒരു തെളിവ് അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. Soon I began to hear shouts nearby. Through the sharp whistling of the wind, I recognized the voice of Giulio Amado Carbello, the tall, well-built officer who was yelling at someone, "Fatso, hold there." Soon I began to hear shouts nearby. പെട്ടെന്ന് ഞാൻ എന്താണ്, എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഓരോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങി. ത്രൂ ദ ഷാർപ്പ് വിസ്ലിംഗ് ഓഫ് ദ വിൻഡ്, എന്നുവെച്ചാൽ കാറ്റിൻ്റെ ശക്തമായിട്ടുള്ളൊരു ചൂളം വീഴുന്നുണ്ട്. കാറ്റ് വീശുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് വളരെ ഷാർപ്പ് വോയിസ് ആയിട്ടാണ് ഉള്ളത്. ഷാർപ്പായിട്ടാണ് ആ ഒരു വിസ്ലിംഗ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഐ റിക്കഗ്നൈസ് ദ വോയിസ് ഓഫ് ജൂലിയോ എമാഡോ കാരബെല്ലോ. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ഈ ഒരു ശബ്ദത്തിൻ്റെ ഇടയിലും ഞാൻ എന്താണ്, ജൂലിയോ എമാഡോ കാരബെല്ലോയുടെ ശബ്ദത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. ആ വ്യക്തി എങ്ങനെയാണ്, കാരബെല്ലോ എന്ന് പറയുന്നത് ദ ടോൾ വെൽ ബിൽഡ് ഓഫീസർ ഹു വാസ് യെല്ലിങ് അറ്റ് സം വൺ. അദ്ദേഹം വളരെ ഹൈറ്റും അതുപോലെ നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുകയാണ്, അവിടെ നിന്നിട്ട് നിലവിളിക്കുന്ന ശബ്ദമാണ് നമ്മുടെ ഹീറോ ഇവിടെ കേൾക്കുന്നത്. ഓക്കെ, എന്താണ് അദ്ദേഹം വിളിക്കുന്നത്? ഫാറ്റ്സോ ഹോൾഡ് ദെയർ. ഫാറ്റ്സോ, നീ ഇവിടെ പിടിക്കൂ എന്നാണ് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. It was as if in that instant I had awakened from a moment's deep sleep. അപ്പം എന്താണ്, പെട്ടെന്ന് ആ ഒരു സമയത്ത് ആ ഒരു ടൈമിനാണ് ഞാൻ എന്തായത് ഒന്ന് ഉണർന്നത്. കാരണം ഞാൻ വേറെ എവിടെയോ ആയിട്ട് എൻ്റെ ചിന്തകൾ പോയിരിക്കുകയായിരുന്നു. അപ്പം ഈ ഒരു ശബ്ദവും കാര്യങ്ങളും കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തത്, ഉണർന്നത്. It dawned on me that I was not alone in the sea. അപ്പം എനിക്ക് ബോധ്യമായി ആ ഒരു സമയത്ത് എന്താണ്, ഞാൻ തനിച്ചല്ല കടലിൽ ഉള്ളത്. അല്ലേ, അവരുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കല്ല കടലിൽ ഉള്ളത്. There, only a few meters away, my mates were shouting to one another and trying to stay afloat. അപ്പോൾ എന്താണ്, കുറച്ച് മീറ്റേഴ്സ് അകലെയായിട്ട് എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങൾ എങ്ങനെയെങ്കിലും പൊങ്ങിക്കിടക്കണം, ഈ സർഫസിൽ പൊങ്ങിക്കിടക്കണം, മുങ്ങിപ്പോവരുത് എന്നിങ്ങനെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ക്വിക്ക്ലി ഐ ബിഗൻ ടു തിങ്ക്. പെട്ടെന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഐ കുഡിൻറ്റ് സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. എന്ന് വെച്ചാൽ ഒരു ഡയറക്ഷൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് സ്വിം ചെയ്യാൻ, നീന്താനായിട്ട് കഴിയില്ല. ഐ ന്യൂ വി വേർ അബൌട്ട് 50 miles ഫ്രം കാർട്ടഗീന, ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. അപ്പോൾ എന്താണ്, ഞങ്ങൾ ഏകദേശം കാർട്ടഗീനയിൽ നിന്നിട്ട് 50 miles അകലെയാണ് ഞങ്ങൾ ഉള്ളത്. ബട്ട് ഐ വാസ് നോട്ട് യെറ്റ് ഫ്രൈറ്റൻഡ്. പക്ഷേ എനിക്ക് എന്താണ്, ആ ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എ മൊമെന്റ് I thought I could hold on to the crate indefinitely until help arrived. അപ്പോൾ എന്താണ്, ആ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, എന്താണ്, ഞാൻ ഈ പെട്ടിയിൽ തന്നെ പിടിച്ചിരിക്കട്ടെ, ആരെങ്കിലും സഹായം ലഭിക്കുന്നത് വരെ ഞാനിങ്ങനെ പിടിച്ചിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു. It was reassuring to know that all around me other sailors were in the same predicament. That was when I saw the raft. അപ്പം എന്താണ്, അദ്ദേഹത്തിന് മനസ്സിലായി താൻ മാത്രമല്ല ഈ കടലിൽ ഒറ്റപ്പെട്ടിരിക്കുന്നത്, തൻ്റെ ചുറ്റിലുമായിട്ട് വേറെയും കുറേ സെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കണ്ട സമയത്ത് അദ്ദേഹത്തിന് കുറച്ചൊരു മനോധൈര്യവും ആശ്വാസമൊക്കെ വന്നു. എന്താണ് ആശ്വാസം വരാൻ കാരണം? എന്താണ് കാരണം, ഇങ്ങനെ ഒരു ദുർഘടാവസ്ഥയിൽ, ഇങ്ങനെ ഒരു വിഷമം പിടിച്ച അവസ്ഥയിൽ താൻ മാത്രമല്ല, ഒറ്റയ്ക്കല്ല കടലിലുള്ളത്, തൻ്റെ ഒപ്പം വേറെയും കുറച്ച് പേരുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറച്ചൊരു ആശ്വാസം വന്നു. ഓക്കെ, ദാറ്റ് വാസ് വെൻ ഐ സോ ദി റാഫ്റ്റ്. ആ ഒരു സമയത്താണ് ഞാൻ ഈ റാഫ്റ്റ് കാണുന്നത്. റാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ബോട്ടാണ്. ഓക്കെ, നമ്മൾ ജീവൻ രക്ഷാർത്ഥം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബോട്ട്, അത് ഷിപ്പിലുണ്ടാവും. അപ്പോൾ ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ബോട്ട് അദ്ദേഹം കാണുണ്ടായി.
There were two life rafts about 7 meters apart. അപ്പോൾ ഏകദേശം 7 മീറ്റർ അകലെയായിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ രണ്ട് ലൈഫ് ബോട്ടുകൾ കാണുന്നത്. They appeared unexpectedly on the crest of a wave. അപ്പോൾ അത് പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്, അപ്രതീക്ഷിതമായിട്ടാണ് ഈ റാഫ്റ്റ് ഇദ്ദേഹം കാണുന്നത്. അതിന് തിരമാലകളുടെ മുകളിലായിട്ടാണ് ഇത് കണ്ടിരിക്കുന്നത്. ഓക്കെ. Near where my mates were calling out. അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് ആളുകൾ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. ഓക്കെ. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് none of them could reach the life rafts. അപ്പം എനിക്ക് ശരിക്കും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അസാധാരണമായിട്ട് തോന്നി. കാരണം എന്താണ്, ഇത്ര അകലെയുള്ള ഞാൻ ആണ് ലൈഫ് റാഫ്റ്റ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഈ മറ്റുള്ള മേറ്റ്സ് ഒക്കെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ലൈഫ് ബോട്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് കുറച്ച് അതൊരു അസാധാരണമായിട്ട് തോന്നി. ഇൻ ആൻ ഇൻസ്റ്റന്റ് വൺ ഓഫ് ദ റാഫ്റ്റ്സ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. അപ്പോൾ എന്താണ്, പെട്ടെന്ന് വെച്ചിട്ട് ആ രണ്ട് റാഫ്റ്റുകളിൽ ഒരു റാഫ്റ്റ് എന്തായിപ്പോയി, അപ്രത്യക്ഷമായി പോയി, എൻ്റെ കാഴ്ചയിൽ നിന്ന് പോയി. ഓക്കെ. I couldn't decide. I found myself swimming towards the one I could see, which was moving further away from me. അപ്പോൾ എന്താണ്, എനിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, കഴിയുമായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു റാഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഞാൻ നീന്തുന്നതിനനുസരിച്ച് ആ റാഫ്റ്റ് അങ്ങോട്ടേക്ക് മീൻസ് അദ്ദേഹത്തിൽ നിന്ന് അകലെ അകലെ ആയിട്ടാണ് ആ റാഫ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. I swam for about 3 minutes. ഞാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം നീന്തി. I lost sight of the raft momentarily. അനുനിമിഷം കൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് ആ ഒരു റാഫ്റ്റും എന്തായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. ബട്ട് ഐ വാസ് കെയർഫുൾ നോട്ട് ടു ലോസ് മൈ ബിയറിങ്സ്. അപ്പോൾ എന്താണ്, പക്ഷേ എനിക്ക് ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. കാരണം എൻ്റെ കയ്യിലുള്ള, എന്നെ താങ്ങി നിർത്തുന്ന ഈ ആ ഒരു പെട്ടി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടാനായിട്ട് പാടില്ല എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. Suddenly, a rough wave pushed the raft alongside me. It was huge, wide and empty. അപ്പോൾ പെട്ടെന്നാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു തിരമാല വന്നത്. ആ തിരമാലയുടെ ഒപ്പം നമ്മുടെ ഈ ലൈഫ് ബോട്ടും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു, ഇറ്റ് വാസ് ഹ്യൂജ്, വളരെ വലുതായിരുന്നു, അതുപോലെ വൈറ്റ് കളറായിരുന്നു, ആൻഡ് എംറ്റി ആയിരുന്നു, ശൂന്യമായിരുന്നു, അതിൻ്റെ അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിങ് ആൻഡ് ജംപ് എബോർഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കയറ് പിടിച്ചിട്ട് ഇദ്ദേഹം വലിക്കാനായിട്ട് ഇങ്ങനെ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്, വലിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് മിസ്സായി, സെക്കൻഡിലും മിസ്സായി, അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം കയറ് പിടിച്ച് വലിച്ച് എങ്ങനെയോ അതിൻ്റെ അകത്തേക്ക് കയറി. Once on the raft, panting, whipped by the wind, immobilized and freezing. അപ്പോൾ എന്താ ഇതിൻ്റെ അകത്തുള്ള അവസ്ഥ എന്തായിരുന്നു, ഈ ശക്തമായ കാറ്റ് കാരണം ഇങ്ങനെ എന്താണ്, ഇദ്ദേഹം ഇങ്ങനെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു അല്ലേ, അതിനനുസരിച്ച് നമ്മുടെ റാഫ്റ്റ് ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് കാറ്റിനനുസരിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റിസ്ക് ആയിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു, അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് അല്ലെ, വിറങ്ങലിച്ച് ഇങ്ങനെ ഫ്രീസ് ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഐ ഫൗണ്ട് ഇറ്റ് ഹാർഡ് ടു സിറ്റ് അപ്പ്. അപ്പോൾ എന്താണ്, എനിക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നി. Then I saw 3 of my mates near the raft trying to reach it. അപ്പോൾ ഞാൻ കണ്ടു എന്താണ്, ആ റാഫ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള 3 പേര് വളരെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. I recognized them immediately. അങ്ങനെ ആ മേറ്റ്സിനെ, എൻ്റെ കൂടെയുള്ള ആ കമ്പാനിയൻസിനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു, തിരിച്ചറിഞ്ഞു. കാസ്റ്റലോ had a firm grip around Carabello's neck. അപ്പോൾ എന്താണ്, കാസ്റ്റലോ ഉണ്ട്, ഒരാൾ കാസ്റ്റലോ ആണ്, ഒന്നാരാണ്, കാരബെല്ലോ ആണ്. അപ്പോൾ കാസ്റ്റലോ വരുന്നത് എങ്ങനെയാണ്, കാരബെല്ലോയുടെ കഴുത്തിൽ പിടിച്ചിട്ടാണ് നമ്മുടെ കാസ്റ്റലോ വരുന്നത്. Carabello, who had been on watch when the accident occurred, was wearing his life jacket. അപ്പോൾ എന്താണ്, കാരബെല്ലോ ആയി ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു ആര്, കാരബെല്ലോ. ഓക്കെ. ഹി യെൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റലോ. അപ്പം കാരബെല്ലോക്ക് എന്താണ്, കാരബെല്ലോയുടെ അടുത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാരബെല്ലോ കാസ്റ്റലോനോട് പറയാണ്, നീ എൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരുന്നോളൂ. They floated amid the scattered cargo about 10 meters away. അപ്പോൾ ഇവർ ഏകദേശം ഒരു 10 മീറ്റർ അകലെയായിട്ടാണ് ഉള്ളത്. അപ്പോൾ കപ്പലിൻ്റെ അകത്തുള്ള ചരക്കുകളും മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ സ്കേർട്ടഡ് ആയിട്ടുണ്ട്, കടലിൻ്റെ സർഫസിൽ മുകൾ ഭാഗത്ത് ഇങ്ങനെ ചിന്നി ചിതറി ഇങ്ങനെ തെറിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ഇവരും എന്ത് ചെയ്യുന്നത്,
പൊങ്ങിക്കിടക്കുന്നത്. ഓക്കെ. On the other side was Louis Rengifo trying to stay above water with his headphone aloft in his right hand. അപ്പം അതിൻ്റെ മറുവശത്തുള്ളത് ആരാണ്? റെഞ്ചിഫോ ആണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഹെഡ്ഫോൺ ഉണ്ട്, അപ്പോൾ വലത് കയ്യിൽ. അപ്പോൾ ഹെഡ്ഫോൺ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? കടലിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിട്ടാണ് വരുന്നത്. He had stripped off his shirt so that he could swim better, but he had lost his life jacket. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടാണ്? ഷർട്ട് അഴിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. കാരണം ഷർട്ട് അഴിക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് നീന്താനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നു. Even if I had not seen him, I would have recognized his cry, "Fatso, paddle over here." അപ്പോൾ എന്താണ്? ഞാൻ അദ്ദേഹത്തിനെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു എങ്കിലും, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ കരച്ചിൽ, അദ്ദേഹത്തിൻ്റെ ആ നിലവിളി എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു, റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. കാരണം അദ്ദേഹം ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്. എന്താണ്? "ഫാറ്റ്സോ, പാഡൽ ഓവർ ഹിയർ." ഫാറ്റ്സോ, ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വരൂ എന്ന് അദ്ദേഹം ഇങ്ങനെ ഉറക്കെ നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം എനിക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമായിരുന്നു. I quickly grabbed the oars and tried to get closer to the man. അപ്പം ഞാൻ എന്ത് ചെയ്തു? വളരെ സ്പീഡിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ തുഴഞ്ഞു പോകാനായിട്ട്, അയാളുടെ അടുത്തേക്ക് തുഴഞ്ഞു പോകാനായിട്ട് തുടങ്ങി. Carabello with Castello clinging to his neck near the raft. അപ്പോൾ എന്താണ്? കാരബൽ എന്താണ്? കാസ്റ്റിലോടെ കഴുത്തിലും പിടിച്ചിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും ഏകദേശം റാഫ്റ്റിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടായിരുന്നു. Much further away, looking small and desolate, was the fort of my mates. അപ്പോൾ കുറച്ച് അങ്ങ് അകലെയായിട്ട് വളരെ ചെറുതായിട്ട് കാണുന്നുണ്ട്. കാരണം കുറച്ച് അകലെയാണുള്ളത്. എന്താണ്? was the fort of my mates. അപ്പം എൻ്റെ കമ്പാനിയൻസിൽ 4ാമത്തെ ആളെയായിരുന്നു ഞാൻ കുറച്ച് അങ്ങ് അകലെയായിട്ട് പിന്നെ കണ്ടത്. Raymond Herrera, who was waving at me while he had onto a crate. held onto a crate. അപ്പം റേമൻ ഹെററയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ക്രേറ്റിൻ്റെ മുകളിൽ പിടിച്ചിട്ടാണ് വരുന്നത്. ഒരു വുഡൻ ബോക്സിൻ്റെ മുകളിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വേവ് ചെയ്യുന്നുണ്ടായിരുന്നു, കൈ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. If I had her to decide, I wouldn't have known which of my mates to go after first. അപ്പോൾ എന്താണ്? എനിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എൻ്റെ ഏത് കമ്പാനിയൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പോവുക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം 4 പേരും എന്താണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ ആരെയാണ്? വാലസ്കോനെ ട്രൈ ചെയ്ത് വരികയാണ്. ഓക്കെ. നെക്സ്റ്റ്. But when I saw Herrera, the happy young man from Arjuna, who had been with me only a few moments before, I began to paddle furiously. അപ്പോൾ എന്താണ്? ഞാൻ ഹെററെ കണ്ട സമയത്ത് എനിക്ക് എന്താണ്? കുറച്ച് മൊമെൻറ്റ്സ് മുന്നേ വരെ, കുറച്ച് നിമിഷങ്ങൾ മുന്നേ വരെ എൻ്റെ ഒപ്പം ഉണ്ടായ ഒരാളായിരുന്നു അല്ലേ? അതൊരു ഹാപ്പി യങ് മാൻ ആണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഓർത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു? വളരെ വേഗത്തിൽ ഞാൻ തുഴഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാനായിട്ട് തുടങ്ങി. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷേ എന്താണ്? ആ ലൈഫ് റാഫ്റ്റ് ഏകദേശം എത്രയേ ഉള്ളൂ? 2 meter നീളം മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലോച്ചിങ് സീ ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. അപ്പോൾ എന്താണ്? ഈ ഒരു ദുർഘടം പിടിച്ച കടലിൽ എനിക്ക് ആ ഒരു റാഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെവി ആയിട്ട്, വളരെ ഭാരമുള്ളതായിട്ട് എനിക്ക് തോന്നി. മാത്രമല്ല ഞാൻ ഇവരെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് എന്താണ്? കാറ്റിനെതിരെ ആയിട്ടാണ് ഞാൻ നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസ്കി ആയിരുന്നു എനിക്ക് നീങ്ങിപ്പോവാനായിട്ട്. I don't think I managed to advance more than a meter. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല. കാരണം 1 മീറ്ററിലധികം എനിക്ക് ഈ തുഴഞ്ഞ് മുന്നേറി പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല. Desperate, I looked around once more and saw that Herrera had disappeared. അപ്പോൾ എന്താ? നിരാശനായിട്ട് ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്തു? ചുറ്റിലും നോക്കിയ സമയത്ത് ഞാൻ ശരിക്കും നിരാശനായി. കാരണം എന്താണ്? ഇപ്പോൾ എനിക്ക് ഹെററെ കാണാനായിട്ട് പറ്റുന്നില്ല. ഹെററെ എന്തായിട്ടുണ്ടായിരുന്നു? അപ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓൺലി റെഞ്ചിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. ഇപ്പം റെഞ്ചിഫോയെ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം എന്താണ്? വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് എൻ്റെ റാഫ്റ്റിന് നേരെ നീന്തി വരുന്നത്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. അപ്പം എനിക്ക് ഉറപ്പാണ് അദ്ദേഹം എന്തായാലും തീർച്ചയായിട്ടും എന്ത് ചെയ്യും? എൻ്റെ റാഫ്റ്റിൽ
അടുത്ത് എത്തുക തന്നെ ചെയ്യും. കാരണം അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത്. ഐ ഹേർഡ് ഹിം സ്നോറിംഗ് ബിലോ മൈ ബങ്ക് ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറിനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദി സി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അലർച്ച എനിക്ക് ഇവിടെ കേൾക്കാമായിരുന്നു, ഞാൻ നിൽക്കുന്ന റാഫ്റ്റിൻ്റെ അടുത്ത് കേൾക്കാമായിരുന്നു. കാരണം അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം വരുന്നത് അല്ലേ. കടലിനേക്കാളും ശക്തമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിൽ പവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിനടുത്ത് എത്തും എന്ന് എനിക്ക് വളരെ ഷുവർ ആയിരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, കാരബലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റ്ലോ സോ ദാറ്റ് കാസ്റ്റ്ലോ വുഡന്റ് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. അപ്പോൾ എന്താണ് മറുവശത്ത് എന്താ സംഭവിക്കുന്നത്? കാരബലോ ഇപ്പം വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് കഷ്ടപ്പെടുന്നത്. കാരണം എന്താ വെച്ചാൽ കാസ്റ്റ്ലോ കൂടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കഴുത്ത് പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നീന്തുക കൂടെ ചെയ്യുന്നുണ്ട്, അതുപോലെ കാസ്റ്റ്ലോയെ കൂടെ താങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ്, അത്രയ്ക്ക് പോരാടിക്കൊണ്ടാണ് നമ്മുടെ കാരബലോ മറുവശത്ത് വരുന്നത്. ദേ were less than 3 meters away. അവരിപ്പോൾ ഏകദേശം ഒരു 3 മീറ്റർ ഒക്കെ അകലത്തിലാണ് അവരുള്ളത്. I figured that if they got just a little closer, I could hold out an oar for them to grab. അപ്പോൾ എന്താ, ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്തു അവർ കുറച്ചുകൂടി എൻ്റെ അടുത്താണ് ഉള്ളതെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു പങ്കായ ഉണ്ടല്ലോ, ഞാൻ തുഴയുന്ന സാധനം എടുത്തിട്ടിട്ട് എങ്ങനെയെങ്കിലും അവരെ പിടിച്ച് അവർ ആ ഒരു ഓറിൻ്റെ മുകളിൽ പിടിച്ചിട്ട് അവരെ ഞാൻ വലിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റുമായിരുന്നു എന്ന് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തു. But at that moment a gigantic wave lifted the raft, and from the top of the huge crest I could see the mast of the small ship heading away from me. അപ്പോൾ എന്താണ്, ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ്, ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചത്? എ ജൈജാന്റിക് വേവ് എന്ന് വെച്ചാൽ അത്രയും ഭീകരമായിട്ടുള്ള വലിയൊരു തിരമാല പെട്ടെന്ന് വന്നു അല്ലേ. ലിഫ്റ്റഡ് ദി റാഫ്റ്റ്, എന്നിട്ട് റാഫ്റ്റിനെ എന്ത് ചെയ്തു? ഇങ്ങനെ പൊന്തിച്ചു. അപ്പോൾ തിരമാലൻ്റെ ആ ഒരു ഉയരത്തിനനുസരിച്ച് നമ്മുടെ റാഫ്റ്റും ഇങ്ങനെ പൊങ്ങി. ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ്, അങ്ങനെ ഈ പൊങ്ങിയ സമയത്ത് വേവിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിട്ട് ഞാൻ എന്ത് കണ്ടു? ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദി സ്മോൾ ഷിപ്പ്, ചെറിയ ഷിപ്പിൻ്റെ പായ്മരം. ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ ക്രസ്റ്റിൻ്റെ മുകളിൽ ചെന്ന സമയത്ത് ഞാനൊരു പായ്മരം കണ്ടു. ഹെഡിങ് അവേ ഫ്രം മീ, അതെങ്ങനെയാണ്? എൻ്റെ മുകളിലായിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പായ്മരം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. വെൻ ഐ കെയിം ഡൗൺ എഗെയിൻ, അങ്ങനെ ആ തിരമാല മെല്ലെ താഴോട്ട് വന്ന സമയത്ത് റാഫ്റ്റും എന്ത് ചെയ്തു? താഴോട്ടേക്ക് തന്നെ വന്നു. കാരബലോ ഹാഡ് വാനിഷ്ഡ്. ഇപ്പം ഞാൻ താഴെ വന്ന സമയത്ത് കാണുന്നത് എന്താണ്? കാരബലോയെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരബലോ എന്നിൽ നിന്ന് എൻ്റെ സൈറ്റിൽ നിന്ന് എന്തായിപ്പോയി? മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. വിത്ത് കാസ്റ്റ്ലോ ഹാങ്ങിങ് ഓൺ ഹിസ് നെക്ക്. അപ്പോൾ കാസ്റ്റ്ലോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കാരബലോയുടെ കഴുത്തിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ രണ്ടുപേരെയും എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റിയില്ല. Along 2 meters away, Ranjifo was still swimming calmly towards the raft. അപ്പം 2 മീറ്റർ അകലെയായിട്ട് ഒറ്റയ്ക്ക് നമ്മുടെ റാഞ്ചിഫോ എന്ത് ചെയ്യാണ്? ഇപ്പോഴും വളരെ വിൽ പവറോട് കൂടി തന്നെ ഈ റാഫ്റ്റിൻ്റെ അടുത്തേക്ക് നീന്തി വരികയാണ്. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. അപ്പോൾ എന്താണ്? ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. എനിക്ക് ഇപ്പോഴും അറിയുന്നില്ല ഞാൻ എന്തിനാണ് ഈ ഒരു അബദ്ധം ചെയ്തത്, അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്തത് എന്ന് എനിക്ക് അറിയുന്നില്ല. എന്താണ്? നോയിങ് ഐ കുഡൻറ്റ് മൂവ് ഫോർവേഡ്. എനിക്ക് അറിയാമായിരുന്നു എന്താണ്, എനിക്ക് മുന്നോട്ടേക്ക് എന്തായാലും പോകാനായിട്ട് സാധിക്കില്ല. ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എൻ്റെ കയ്യിലുള്ള പങ്കായ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ഒരു റാഫ്റ്റ് ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്. എന്തിനാണ്? റാഫ്റ്റ് മൂവ് ചെയ്യാതെ ആ റാഫ്റ്റ് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓർ എടുത്തിട്ട് പങ്കായ എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വെള്ളത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. Ranjifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso raw here." അപ്പോൾ എന്താ, രഞ്ജിഫോ എന്താണ്, വളരെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. കുറച്ചു നേരം അദ്ദേഹം അങ്ങനെ നിന്നു. എന്നിട്ടോ then raised his arm, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി. as he had when he held his headphones aloft and shouted again. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ്? ആ ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? വളരെ ഒച്ചത്തിൽ ഇങ്ങനെ പറയുകയാണ് എന്താണ്? ഫാറ്റ്സോ റോ ഓവർ ഹിയർ. ഫാറ്റ്സോ ഇങ്ങോട്ടേക്ക് തുഴഞ്ഞു വരൂ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു.
The wind was blowing from his direction. അപ്പൊ എന്താണ്, കാറ്റ് ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ നിന്നാണ് ഇപ്പോൾ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. I yelled that I couldn't row against the wind. അപ്പം ഞാനും ഇങ്ങനെ ഉച്ചത്തിൽ പറയുന്നുണ്ട്, എന്താണ്, അവിടുന്ന് ഇങ്ങോട്ട് കാറ്റ് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് റാഫ്റ്റ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല, കാരണം ശക്തമായ കാറ്റാണ് എൻ്റെ എതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് കാറ്റിനെതിരെയായിട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. That he should make another try. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും ഒരു ശ്രമം നടത്തി. But I felt he had not heard me. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്താണ്, ഞാൻ പറയുന്നതൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം അദ്ദേഹം ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും എൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരികയായിരുന്നു. The crates of cargo had disappeared and the life raft danced from side to side. അപ്പം കാർഗോ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രേറ്റിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അപ്പോൾ അതും കൂടെ എന്തായി പോയി, നഷ്ടപ്പെട്ടു പോയി. The crates of cargoയുടെ ആ ഒരു ക്രേറ്റ്സും എന്തായി പോയി, ഇപ്പം ഡിസപ്പിയർഡ് ആണ്, കാണാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ് ഫ്രം സൈഡ് ടു സൈഡ്. ഇപ്പം ഞാൻ നിൽക്കുന്ന റാഫ്റ്റ് ഇപ്പം എങ്ങനെയാണ്, ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം അത്രയ്ക്ക് ശക്തമായ കാറ്റും തിരമാലകളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റഡ് ബൈ ദി വേവ്സ് അല്ലേ. അപ്പം എന്താണ്, ഈ കാറ്റിന്റെ ശക്തിയിൽ ശരിക്കും ഈ ലൈഫ് റാഫ്റ്റ് എന്താണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടി ഒലിഞ്ഞു പോവാണ്, തകരുന്ന പോലെ ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In an instant I was 5 meters away from Rengifo and had lost sight of him. അപ്പം ഒരു എന്താണ്, ഞാൻ അദ്ദേഹത്തിൽ നിന്ന്, റെഞ്ചിഫോയുടെ ഒരു ഏകദേശം 5 മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം എനിക്ക് അദ്ദേഹത്തെ കാണാനായിട്ട് കഴിയുന്നില്ല അല്ല, ഇത്ര നേരം അദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്. പക്ഷെ വേറൊരു സ്പോട്ടിൽ അദ്ദേഹം പിന്നെന്തായി, അദ്ദേഹത്തിനെ കാണാനായിട്ട് എനിക്ക് സാധിച്ചു. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. അപ്പം എന്താണ്, സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഇപ്പോഴും അദ്ദേഹം എന്താണ്, പരിഭ്രാന്തി പിടിക്കാതെ, ഭയപ്പെടാതെ, അല്ല ഇത്രയും എന്താണ് റിസ്ക് എടുത്തിട്ടാണ് അദ്ദേഹം വരുന്നത്, പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു വരവിൽ എന്താണ്, ഒരു പരിഭ്രാന്തിയോ ടെൻഷനോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഡക്ലിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. അപ്പം എന്താണ്, വലിയ വലിയ തിരമാലകൾ അദ്ദേഹത്തിനെതിരെയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ തിരമാലകൾ വരുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, മുങ്ങും. എന്നിട്ട് വീണ്ടും എന്താണ്, ആ തിരമാലകളെ അകറ്റിയിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് തന്നെ നീന്തി വരികയാണ്. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ ഹോപ്പിംഗ് Rengifo കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, റാഫ്റ്റിൽ നിന്ന് ഞാൻ എണീറ്റ് നിന്നു അല്ലേ, ഹോൾഡിംഗ് ഔട്ട് ദി ഓർ, എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഓർ പങ്കായം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഹോപ്പിംഗ് Rengifo കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. അപ്പം എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എന്താണ്, Rengifo could get close enough to reach it. അപ്പോൾ എന്താണ്, എൻ്റെ അടുത്തേക്ക് എത്താൻ മാത്രമുള്ള ഒരു റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്താൻ മാത്രമുള്ള ഒരു എന്താണ്, അടുത്തേക്കാണ് നമ്മുടെ Rengifo വരുന്നത് എന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം ഏകദേശം അടുത്തേക്ക് ഇങ്ങനെ Rengifo വരികയാണ്. But then I could see he was tiring. പക്ഷേ എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത് എന്താണ്, അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, അത്രമാത്രം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നീന്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ലോസിങ് ഹാർട്ട്, ഏകദേശം എന്താണ്, ക്ഷീണിച്ച് അത്രയ്ക്ക് ഒക്കെ നഷ്ടപ്പെട്ട പോലെയാണ് അദ്ദേഹം വരുന്നത്. ഹി കോൾ ടു മീ അഗെയിൻ സിങ്കിങ് ഫാറ്റ്സോ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയാണ്, എന്താണ്, ഫാറ്റ്സോ, ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. I tried to row, but it was as hopeless as the first time. അപ്പം എന്താ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, തുഴഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, ഇറ്റ് വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ പോലെ തന്നെ എന്താണ്, ഒരൊട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു പോക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, കാരണം എന്നെക്കൊണ്ട് തുഴയാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. I made a last try so that Rengifo could reach the oar. അപ്പം ഞാൻ അവസാനമായിട്ടൊരു അറ്റംപ്റ്റും കൂടെ ഞാൻ നടത്തി. That Rengifo could reach the oar, but the raised hand which a few minutes earlier had been trying to keep the headphones from sinking sank forever, less than 2 meters away from the oar. Okay. അപ്പം എന്താണ്, Rengifo could reach the oar. അപ്പം Rengifo-ക്ക് എന്താണ്, തീർച്ചയായിട്ടും എൻ്റെ ഓറിൽ പിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ആ ഒരു അറ്റംപ്റ്റാണ് ഞാനിപ്പോൾ നടത്തിയിരിക്കുന്നത്. ബട്ട് ദ റേസ്ഡ് ഹാൻഡ്, പക്ഷേ അദ്ദേഹം ഹെഡ്ഫോൺ നനയാതിരിക്കാൻ വേണ്ടി ഒരു കൈ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വിച്ച് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ ഹാഡ് ബീൻ ട്രൈങ് ടു കീപ് ദ ഹെഡ്ഫോൺസ് അവേ ഫ്രം സാങ്ക് ഫോർ എവർ. ആ ഒരു ഹെഡ്ഫോൺ എന്ത് സംഭവിച്ചു, എന്നേക്കുമായിട്ട് മുങ്ങിപ്പോയി. ലെസ് ദാൻ 2 meters ഫ്രം ദി ഓർ. അപ്പം ഏകദേശം ഓറിൻ്റെ ഒരു 2 മീറ്റർ അകലെ എത്തിയ സമയത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ സ്റ്റേറ്റ് ലൈക്ക് ദാറ്റ്. അപ്പം എനിക്ക് അറിയില്ല ഞാൻ എത്ര നേരമാണ് അങ്ങനെ തന്നെ ഞാൻ നിന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റ് ഹോൾഡിംഗ് ഔട്ട് ദി ഓർ. എങ്ങനെ
ഈ റാഫ്റ്റിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഓർ ഇങ്ങനെ പിടിച്ച് റാഫ്റ്റിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ എത്ര നേരം നിന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ക്യാപ്റ്റ് സെർച്ചിങ് ദ വാട്ടർ hoping that someone would surface soon. അപ്പോൾ എന്താണ്, ഐ ക്യാപ്റ്റ് സെർച്ചിങ് ദ വാട്ടർ ഹോപ്പിംഗ് ദാറ്റ് someone would surface soon. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു, ഞാനിങ്ങനെ നോക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എന്താണ്, ആരെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സർഫസിലേക്ക് പുറത്തേക്ക് മറ്റുള്ള ആരെങ്കിലും ഇതുപോലെ പൊങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള കമ്പാനിയൻസിനെ ഒന്നും ഇപ്പം അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്. ഇപ്പം കടലെങ്ങനെയാണ്, വളരെ ക്ലിയർ ആണ്, പക്ഷേ കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ബ്ലൂ അഗെയിൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദി ഹൗൾ ഓഫ് എ ഡോഗ്. അപ്പം എങ്ങനെയാണ്, ഈ ഷർട്ടിന് എതിരെയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതിന് എതിരെയായിട്ടാണ് ഈ കാറ്റ് വരുന്നത് അല്ലേ. കാറ്റിൻ്റെ ശബ്ദം എങ്ങനെയായിരുന്നു, ഒരു ഡോഗ് ഹൗൾ ചെയ്യുന്ന പോലെ, ഒരു പട്ടി ഓരിയിടുന്ന പോലെയായിരുന്നു ഈ ഒരു കാറ്റിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ. ദ കാർഗോ ഹാഡ് ഡിസപ്പിയർഡ്. ഇപ്പം കാർഗോ എന്തായിട്ടുണ്ട്, ഡിസപ്പിയർഡ് ആണ്, കാണുന്നില്ല. ദ മാസ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൂഫ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് നോട്ട് സങ്ക്. അപ്പോൾ ദൂരയിൽ എന്താണ്, ഒരു പായ്മർ എനിക്ക് അപ്പോഴും കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ്, അപ്പം പ്രൂഫ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് നോട്ട് സങ്ക്. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി ആ ഒരു ചെറിയ ഷിപ്പ് ഇപ്പോഴും എന്തായിട്ടില്ല, മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ പായ്മരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട് ഐ ഫെൽറ്റ് കാം. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം തോന്നി. I thought that one of my mates had managed to reach the other life raft. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്താണ്, എൻ്റെ കൂടെയുള്ള ഏതെങ്കിലും ഒരു ആൾ എന്ത് ചെയ്യും, വേറൊരു ലൈഫ് റാഫ്റ്റ് അവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ലൈഫ് റാഫ്റ്റ് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തിട്ട് അതിലേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. There was no reason they shouldn't have reached it. അപ്പം അവിടെ എത്താതിരിക്കാൻ മാത്രമുള്ള റീസൺ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ. The rafts were not provisioned. In fact, none of the life rafts of the small ship was outfitted. അപ്പോൾ എന്താ, ഇവർ വന്നിരിക്കുന്ന അദ്ദേഹമുള്ള ആ ഒരു റാഫ്റ്റ് എന്ന് പറയുന്നത് ഒട്ടും പ്രൊവിഷൻഡ് അല്ല. അതിൻ്റെ അകത്ത് ഒരു കരുതലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കൂടാതെ സ്മോൾ ഷിപ്പിൻ്റെ അകത്തുള്ള ഒരു ലൈഫ് റാഫ്റ്റിൽ പോലും എന്താണ്, ഒരു കരുതലുകളോ സാമഗ്രികളോ ഉപകരണങ്ങളോ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാധനങ്ങൾ തന്നെ ഇല്ല. ബട്ട് there were 6 of them apart from the rowboats and the whalers. പക്ഷേ വെയിലേഴ്സും റോബോട്ട്സും ഒഴികെ ബാക്കി 6 എണ്ണത്തിൽ എന്താണ്, സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. വെയിലേഴ്സ് എന്ന് പറയുമ്പം ഈ തിമിംഗല കപ്പലാണ് കേട്ടോ. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാഡ് റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്സ്. അപ്പോൾ എന്താണ്, എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു വിശ്വസിക്കാൻ. എന്താണ്, എൻ്റെ മറ്റുള്ള മേറ്റ്സ്, എൻ്റെ കൂടെ ഉള്ള മറ്റാളുകൾ എന്തായാലും വേറെയുള്ള ലൈഫ് റാഫ്റ്റ്സിൽ അവർ എത്തിപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ആസ് ഐ ഹാഡ് റീച്ച്ഡ് മൈൻ. അപ്പം ഞാനിപ്പോൾ ഒരു റാഫ്റ്റിൽ എത്തിപ്പെട്ടതുപോലെ അവരും അതുപോലെ എത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ആൻഡ് പെർഹാപ്സ് ദ ഡിസ്ട്രോയർ വാസ് സെർച്ചിങ് ഫോർ അസ്. അപ്പോൾ ഇത് നശിപ്പിച്ച ഒരാൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞങ്ങളെ എന്ത് ചെയ്യാണ്, തിരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരിക്കും. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് സൂര്യനെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടായി അല്ലേ. കാരണം സമയം എങ്ങനെയാണ്, മിഡ് ഡേയ്സ് ആണ്, ശരിക്കും നട്ടുച്ചയാണ്. നട്ടുച്ചയ്ക്കുള്ള ആ ഒരു സൂര്യൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, അത്രയ്ക്ക് ഹോട്ട് ആയിരിക്കും അല്ലേ. ഹോട്ട് ആൻഡ് മെറ്റാലിക്, അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള, അത്രയ്ക്ക് തീവ്രമായിട്ടുള്ളൊരു സൺലൈറ്റ് ആയിരുന്നു, അത്രയ്ക്ക് ചൂടായിരുന്നു ആ ഒരു ടൈമിന് ഉണ്ടായിരുന്നത്. Stupid, not fully recovered, I looked at my watch. It was noon on the dot. അപ്പോൾ എന്താണ്, ശരിക്കും എനിക്ക് ഒരു മയക്കം തട്ടി വരുന്നുണ്ടായിരുന്നു. കാരണം ക്ഷീണം വരുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് റിസ്ക് ആണ് ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ നേരിട്ടത് അല്ല. ഇപ്പോഴും ഞാൻ ഫുള്ളി റിക്കവേർഡ് അല്ല. ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. അപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിലുള്ള വാച്ചിലേക്ക് ഞാനൊന്ന് നോക്കി. സമയം എങ്ങനെയാണ്, ഇറ്റ് വാസ് noon on the dot. കറക്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്, noon ആണ്, നട്ടുച്ച സമയമാണ്. ഓക്കെ. The last time Rengifo had asked me the time. അങ്ങനെ the last time Rengifo had asked me the time on the small ship, it was 11:30. അപ്പോൾ ചെറിയ ഷിപ്പിലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് അവസാനമായിട്ട് Rengifo ചോദിച്ച സമയത്ത് ആ സമയം എത്രയായിരുന്നു, 11:30 ആയിരുന്നു, 11:30 ആയിരുന്നു. I had checked the time again and the disaster had not yet occurred. അപ്പോൾ എന്താണ്, ഐ ഹാഡ് ചെക്ക് ദ ടൈം അഗെയിൻ. അപ്പം ഞാൻ ആ ഒരു സമയം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലൊന്നും ഈ ഒരു ദുരന്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
When I looked at my watch on the life raft, it was exactly noon. പക്ഷേ ലൈഫ് റാഫ്റ്റിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഈ ഒരു ടൈം നോക്കുമ്പോൾ ഇപ്പോൾ സമയം എത്രയാണ്? കറക്റ്റ് പക്ക എത്ര മണിയാണ്? 12 മണിയാണ്, നൂൺ ടൈമാണ്. Okay, it had taken only 10 minutes for everything to happen for me to reach the life raft and try to rescue my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind. എന്താണ്? ഇറ്റ് ഹാഡ് ടേക്കൺ ഓൺലി 10 minutes ഫോർ എവറിത്തിങ്. ഇപ്പം ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടിയിട്ട് നടന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? ആകെ ഒരു 10 മിനിറ്റാണ് അല്ലേ? ടു ഹാപ്പൻ ഫോർ മീ ടു റീച്ച് ദ ലൈഫ് റാഫ്റ്റ്. അപ്പോൾ ഈ ഒരു ലൈഫ് റാഫ്റ്റിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എടുത്ത സമയം എന്ന് പറയുന്ന ആ ഒരു 10 മിനിറ്റിൻ്റെ ഇടയിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ആൻഡ് ട്രൈ ടു റെസ്ക്യൂ മൈ ഷിപ്മേറ്റ്സ്. കൂടാതെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ കൂടെയുള്ള എൻ്റെ മേറ്റ്സിനെ ഞാൻ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. ആൻഡ് സ്റ്റാൻഡ് മോഷൻലെസ്, എന്നിട്ട് അനങ്ങാതെ നിന്നിട്ട് എവിടെ? ഇൻ ദ റാഫ്റ്റിൽ ഞാൻ വളരെ അനങ്ങാതെയാണ്, മോഷൻലെസ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആൻഡ് സെർച്ചിങ് ദി എംപ്റ്റി സീ, എന്നിട്ടോ കടലിലേക്ക് അല്ലെ, ശൂന്യമായ കടലിലേക്ക് ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലിസണിങ് ടു ദ ഷാർപ്പ് ഹൗൾ ഓഫ് ദി വിൻഡ്. എന്താണ്? കാറ്റിൻ്റെ അത്രയും ഷാർപ്പായിട്ടുള്ള ആ ഒരു ശബ്ദം, വിസ്ലിംഗ് കേട്ടുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ് ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. അപ്പം എന്താണ്? ഐ തോട്ട്, അപ്പം ഞാൻ ചിന്തിച്ചു എന്താണ്? ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചു. 2 or 3 hours I calculated. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചോ, 2-3 മണിക്കൂറുകളോ എന്ന് ഞാനൊന്ന് ചിന്തിച്ചു. It seemed an extraordinary long time to be alone at the sea. അപ്പോൾ എന്താണ്? എന്നെ സംബന്ധിച്ച് എന്താണ്? ഈ ഒരു 2-3 മണിക്കൂർ ഈ കടലിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് തീർത്തും എന്താണ്? നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഈ ഒരു കുറച്ച് സമയം തന്നെ മാനേജ് ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷെ ഞാൻ എന്താണ്? ഞാൻ ട്രൈ ചെയ്തു അല്ലേ? ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. ആ ഒരു എന്താണ് ചിന്തയിലേക്ക് എത്ര മണിക്കൂറായാലും വേണ്ടില്ല അല്ലേ, എനിക്ക് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു കാര്യത്തെ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്തു? ഞാൻ ചിന്തിക്കാനായിട്ട് തുടങ്ങി. എന്തൊക്കെ വന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. ഐ ഹാഡ് നോ ഫുഡ് ഓർ വാട്ടർ ആൻഡ് ബൈ 3 in the afternoon I would surely have a searching taste. അപ്പം എന്താ പറയുന്നത്? അവിടെ ഫുഡില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല അല്ലേ? ആൻഡ് ബൈ 3 in the afternoon I would surely have a searing taste. അപ്പം എന്താ പറയുന്നത്? എനിക്ക് ഒരു ആഫ്റ്റർനൂൺ കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആവുന്ന സമയത്ത് തന്നെ എനിക്ക് തീർച്ചയായിട്ടും എന്താണ്? വറ്റി വരേണ്ട ഒരു ദാഹം വരും. ദ സൺ ബേൺ മൈ ഹെഡ് ആൻഡ് മൈ സ്കിൻ. ഇപ്പം സൂര്യൻ എങ്ങനെ എൻ്റെ തലയും ശരീരമൊക്കെ ഇങ്ങനെ വല്ലാതെ കത്തിക്കരിച്ച് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് താപമാണ്, ചൂടാണ് ഇപ്പോൾ ഉള്ളത്. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻ ബൈ സാൾട്ട്. അപ്പോൾ ഈ ഒരു സൂര്യതാപവും അതുപോലെ കടലിലുള്ള ആ ഒരു ഉപ്പൊക്കെ കൂടെ ആയിട്ട് എൻ്റെ ശരീരം ഇപ്പം എങ്ങനെയായി? വളരെ ഹാർഡായി മാറിയിട്ടുണ്ട്. സിൻസ് ഐ ഹാഡ് ലോസ് മൈ ക്യാപ്പ്. ഈ ഒരു സമയം കൊണ്ട് എൻ്റെ തലയിലുണ്ടായിരുന്ന ക്യാപ്പും എനിക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ്. അപ്പം എന്താണ്? ഞാനിങ്ങനെ വെള്ളം എടുത്തിട്ട് എൻ്റെ തലയിലേക്ക് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? റാഫ്റ്റിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇരുന്നു. എന്നെ ആരെങ്കിലും രക്ഷിക്കും എന്നുള്ളതും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ സൈഡിലേക്ക് ഇരുന്നു. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽ ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അനുഭവപ്പെട്ടത് എന്താണ്? എൻ്റെ വലത് കാലിൻ്റെ മുട്ട് അല്ലേ, വലത് മുട്ടിന് എനിക്ക് കാൽമുട്ടിന് നല്ല വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ദ തിക്ക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസർ ലെഗ് വാസ് വെറ്റ്, സോ ഐ ഹാഡ് എ ഹാർഡ് ടൈം റോളിങ് ഇറ്റ് അപ്പ്. അപ്പം എന്താ? ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ട്രൗസർ എന്ന് പറയുന്നത് തിക്കായിട്ടുള്ളൊരു ട്രൗസറാണ്. അപ്പോൾ ആ ഒരു ട്രൗസർ നനഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? അത്രയ്ക്ക് വെയിറ്റ് ആയി. ആ ഒരു ട്രൗസർ നനഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഭാരം അങ്ങ് കൂടി. സോ ഐ ഹാഡ് എ ഹാർഡ് ടൈം റോളിങ് ഇറ്റ് അപ്പ്. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ എന്താണ്? തുടച്ചു മാറ്റുക അല്ലെങ്കിൽ അതൊക്കെ പോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറി. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. അപ്പോൾ എന്താണ്? ഐ സോ എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൂണ്ട് ഓൺ ദ ലോവർ പാർട്ട് ഓഫ് മൈ നീ. അപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് എന്താണ്? ഞാൻ പേടിച്ചു വിറച്ചു. കാരണം എന്താ? അവിടെ എനിക്ക് കാണാൻ പറ്റി ഏകദേശം ഒരു ഹാഫ് മൂൺ ഷേപ്പിൽ അല്ലേ, ഒരു ചന്ദ്രക്കല പോലെയുള്ള ഒരു ഷേപ്പിൽ എന്ത് കാണുന്നുണ്ടായിരുന്നു? എനിക്ക് ഒരു വലിയൊരു മുറിവ് എൻ്റെ കാൽമുട്ടിൻ്റെ താഴെയായിട്ട് ഉണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ഇഫ് ഐ ഹാഡ് ഗാഷ്ഡ് ഇറ്റ് ഓൺ ദി സൈഡ് ഓഫ് ദി ഷിപ്പ്. എനിക്ക് അറിയില്ല ഇതിനിപ്പോൾ ഷിപ്പിൻ്റെ സൈഡിൽ തട്ടി മുറിവേറ്റതാണോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഓർ ഇഫ് ഇറ്റ് ഹാഡ് ഹാപ്പൻഡ് വെൻ ഐ ഹിറ്റ് ദ വാട്ടർ
for I didn't notice it until I was seated in the life raft. അപ്പോൾ ലൈഫ് റാഫ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇനി വെള്ളം വന്നിങ്ങനെ കാലിലേക്ക് ശക്തമായി ഹിറ്റ് ചെയ്ത സമയത്ത് സംഭവിച്ച മുറിവാണോ എന്നും എനിക്ക് അറിയില്ലായിരുന്നു. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagined. അപ്പോൾ എന്താണ്, മുറിവ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് വേദന എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബ്ലീഡിങ് പൂർണ്ണമായിട്ട് നിന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി തട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു ബ്ലീഡിങ് നിന്നിട്ടുണ്ടായിരുന്നു. Uncertain as to what to do, I decided to make an inventory of my belongings. അപ്പോൾ എന്താണ്, അൺസർട്ടൻ ആസ് ടു വാട്ട് ടു ഡു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു, എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു എന്താണ്, ടു മേക്ക് ആൻ ഇൻവെൻറ്ററി ഓഫ് മൈ ബിലോങ്ങിങ്സ്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളുടെ വിവരപ്പട്ടിക ഒന്ന് എടുക്കാമെന്ന് ഞാൻ കരുതി. എന്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. ഐ വാണ്ടഡ് ടു ഫിഗർ ഔട്ട് വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ. അപ്പം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യണമായിരുന്നു, എനിക്ക് എന്താണ് എണ്ണി തിട്ടപ്പെടുത്തണമായിരുന്നു. എന്ത്, വാട്ട് ഐ കുഡ് കൗണ്ട് ഓൺ ഇൻ മൈ സോളിറ്റ്യൂഡ് അറ്റ് സീ. ഈ കടലിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന എൻ്റെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ കുഡ് റിലൈ ഓൺ മൈ വാച്ച്. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് ഒരു ആശ്വാസം ഉണ്ടായ കാര്യം എന്താണ്, എൻ്റെ വാച്ച് എൻ്റെ കയ്യിൽ ഉണ്ട്. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം. ഇപ്പോഴും എന്താണ് പെർഫെക്റ്റ് ടൈം കാണിച്ചു തരുന്ന വാച്ച് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ആൻഡ് വിച്ച് ഐ കുഡൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. അപ്പം ഒരു 2-3 മിനിറ്റ് കൂടുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഒന്ന് എത്തി നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വാച്ച് എൻ്റെ കയ്യിൽ ഉണ്ട്. ഇൻ അഡീഷൻ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിൽ എന്തുകൊണ്ട്, ഒരു സ്വർണത്തിൻ്റെ റിങ്ങും കൂടെ ഉണ്ട്. വിച്ച് I had bought in Cartagena the year before, and a chain with a medal of the Virgin of Caraman on it. അപ്പം അപ്പം ആ ഒരു റിങ് വാങ്ങിച്ചത് കാറ്റഗനിൽ നിന്നാണ് അദ്ദേഹം വാങ്ങിച്ചത്. ഒരു വർഷം മുൻപ് വാങ്ങിച്ച ഒരു റിങ് ആയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെയിനും ഉണ്ട്, വിത്ത് എ മെഡൽ ഓഫ് ദ വേർജിൻ ഓഫ് കാരമൻ. അപ്പോൾ കാരമൻ്റെ എന്താണ് കന്യകയുടെ ചിത്രമുള്ള ഒരു മെഡലും എന്താണ് ആ ഒരു ചെയിനിൻ്റെ മുകളിലായിട്ട് ഉണ്ടായിരുന്നു. ഓൾസോ പർച്ചേസ്ഡ് ഇൻ കാറ്റഗന. അതും പർച്ചേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, കാറ്റഗനയിൽ നിന്ന് തന്നെയാണ്. ഫ്രം അനദർ സെയിലർ ഫോർ 35 pesos. അപ്പോൾ 35 pesos കൊടുത്തിട്ടാണ് ഞാൻ വേറൊരു സെയിലർ എടുത്ത് നിന്നിട്ട് ആ ഒരു ചെയിനും റിങ്ങൊക്കെ വാങ്ങിച്ചത്. ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. അപ്പം എൻ്റെ പോക്കറ്റ്സിലുള്ളത് എന്തൊക്കെയാണ്, ഐ ഹാഡ് നത്തിങ്. എൻ്റെ പോക്കറ്റ്സിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ എന്തുണ്ട്, ദ കീസ് ടു മൈ ലോക്കർ. എൻ്റെ ലോക്കറിൻ്റെ കീസ് ഉണ്ട്, താക്കോലുകളുണ്ട്. ഓൺ ദ സ്മോൾ ഷിപ്പ്, അതുപോലെ ചെറിയ ഷിപ്പിൻ്റെ താക്കോലുകളും ഉണ്ട്. ആൻഡ് 3 ബിസിനസ് കാർഡ്സ്, അതുപോലെ 3 ബിസിനസ് കാർഡുകളുണ്ട്. ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബൈൽ വൺ ഡേ ഇൻ ജാനുവരി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഷോപ്പിംഗ്. അപ്പോൾ ഷോപ്പിങ്ങിന് ജനുവരിയിൽ ഒരു ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഞാനൊരു എന്താണ് മൊബൈൽ സ്റ്റോറിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കാർഡും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. Then since I had nothing to do, I read the cards over and over to distract myself until I was rescued. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ആ കാർഡിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ കാർഡുകളാണ്, ഇതെന്തൊക്കെയാണ് എന്ന് ഞാൻ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കുന്നത് വരെ ഈ കടലിൽ ഞാൻ ഏകനാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു ചിന്ത മറികടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കാർഡിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓക്കെ.